പുറത്തായിരുന്നു, ഗൾഫിലല്ല ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ ലീവിന് വന്ന ആളാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു ആക്സിഡൻറ്റ് കാരണം സുഖമില്ലാതായിട്ട് കാലിനും കയ്യിനൊക്കെ അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. പോന്നിട്ട് കുറച്ചായി. പിന്നെ എൻ്റെ വീട്ടിലിങ്ങനെ ഇങ്ങനെ പൈസയുടെ കാര്യം പറഞ്ഞിരുന്നു ഉമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെ പൈസ അടുത്ത ആഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഇന്നലെയായിരുന്നു. വെള്ളിയാഴ്ച ഞാൻ പണമായിട്ട് പോയി. രാവിലെ പൈസ ആയിട്ട് ചെല്ലുമ്പോൾ ഈ മറ്റേ റഫീഖ് പറഞ്ഞ ആള് പിന്നെ അവിടെ ഒരു ടേബിളിട്ട് പിന്നെ ഫ്രണ്ടിൽ തന്നെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൂപ്പരോട് പിന്നെ ചെറിയ സലാം പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ ആ പൈസയ്ക്ക് വന്നതാണ് കാരണം. അപ്പോൾ ഓക്കെ, ആ പൈസ കൊടുത്തു. മൂപ്പര് എണ്ണി നോക്കിയിട്ട് മൂപ്പര് എന്താ പറയുക റെസീറ്റ് പിന്നെ എഴുതി തന്നു. അങ്ങനെ പിന്നെ മൂപ്പര് അത് ഉപ്പാൻ്റെ അത് പേരെണ്ണി നോക്കിയിട്ട് അവിടുത്തെ പുസ്തകത്തിൽ തപ്പിയിട്ട് അവർ നോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് പിന്നെ ബാക്കി പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി വേറെ എന്തെങ്കിലും പൈസകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചില്ല. കാരണം നമ്മളെപ്പോഴും ഈ പള്ളിക്കത്തെ ഈ ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉണ്ടാവില്ല. നമ്മളെ മാരിൽ ചിലപ്പോൾ ഒരു മാസം 2 പ്രാവശ്യം പോകുന്നുണ്ടാവും. പല സ്ഥലത്തും വളാഞ്ചേരി ആയാലും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ജുമാ കൂടുക. നമ്മൾ കറക്റ്റായിട്ട് ഡെയിലി നമ്മളെ നാട്ടിലും മാരിൽ കൂടുന്ന ഒരാളൊന്നല്ല. അപ്പോൾ ഞാനത് ഫുള്ള് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞു, എന്തെങ്കിലും വിഷയങ്ങളോ പൈസകളോ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് തന്നാൽ അപ്പോൾ ഞാൻ അത് റെഡിയാക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരിനോട് ആയിക്കോട്ടെ ഞാനത് റെഡിയാക്കി തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ ഞാൻ മൂപ്പരോട് എന്നാൽ ഞാൻ നിസ്കരിച്ച് വരുമ്പോൾ ഞങ്ങളെ അടുത്തേക്ക് വരാം, അപ്പോൾ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ മൂപ്പരെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഇത് നോട്ട് ചെയ്തത് എന്താ, ഒന്ന് നോട്ട് ചെയ്ത് പറയോ, പൈസേൻ്റെ കാര്യം പറയോ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു എന്നോട് അത് പിന്നെ ഞാൻ നോക്കി അത് പിന്നെ തറാവീൻ്റെ എത്ര 5000 അങ്ങനെ എന്തോ പൈസ ഉണ്ട്, തറാവീൻ്റെ പൈസ 5000 ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വരിസംഖ്യ ഒരു കുറച്ചുണ്ട്, അത് ഒന്ന് ക്ലിയർ ആയിട്ടില്ല, ഒന്ന് നോക്കട്ടെ ഞാൻ, അതുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കറക്റ്റ് പറയാമോ ചോദിച്ചപ്പോൾ മൂപ്പര് എന്നോട് ഏകദേശം ഒരു 4000 ആണോ അതോ 5000 ആണോ നോക്കട്ടെ ഞാനത് ഇങ്ങനെ. അപ്പോൾ ഞാൻ കൂടുതൽ അവിടെ നിൽക്കണ്ടല്ലോ, നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കബറെങ്കിലും പോകാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ മൂപ്പരോട് ഓക്കെ എന്നാൽ ഞാൻ നിങ്ങളത് ക്ലിയർ ആക്കിയിട്ട് പറയും, ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പള്ളിയിൽ നിന്ന് വിട്ട് അങ്ങനെ കബറിങ്ങ ഉപ്പാൻ്റെയും വല്യമ്മൻ്റെയും കബറിങ്ങ പോയി. അവിടുന്ന് നേരെ വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പൈസ കൊടുത്തിട്ടുണ്ട് 16 കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള കാശിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെ എന്താ പറയുക മറ്റേ ഈ തറാവിൻ്റെ പൈസയും 5000 ചില്ലറ അങ്ങനെ എന്തോ പറഞ്ഞ് കറക്റ്റ് എന്നോട് പറയണില്ല. പിന്നെ എന്താ വരിസംഖ്യ ഉണ്ട് കുറച്ച് ചിലതുണ്ട് പറഞ്ഞ്. അപ്പോൾ കൊടുക്കാൻ വെച്ചിട്ട് പോയത്. അപ്പോൾ അതിന് ഒരു കറക്റ്റ് പൈസ അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പള്ളിക്കത്തെ പൈസ അവർ പറഞ്ഞത് തന്നെയാണോ അതോ അവർ എഴുതിയതാണോ എന്താ ഞാൻ ചോദിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞ് നമ്മളെ എളാപ്പ നാസർ എളാപ്പ എന്ന് പറയും, എൻ്റെ എളാപ്പയാണ് ആള്. മൂപ്പര് ഇവിടെ വന്ന് പറഞ്ഞതാണ് എല്ലാ വീട്ടിൽ 10,000 കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഉമ്മനോട് പറഞ്ഞു ഞാനിങ്ങനെ പൈസ കൊടുത്തപ്പോൾ റെസീറ്റും തന്നു. അപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ പേരിങ്ങനെ തപ്പുമ്പോൾ ഞാൻ ബുക്കിൽ ഇങ്ങനെ കുറേ 5000 2500 അടിയിലൊക്കെ ഓരോ 10,000 കാണാനുണ്ട്. അപ്പോൾ എന്താ സംഭവം എനിക്കറിയില്ല. ഞാൻ എന്തായാലും പൈസ കൊടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇനിയും ഉണ്ടാവും ഒരു ഏകദേശം ഒരു പൈസ കറക്റ്റ് കിട്ടിയില്ല. അത് പറയാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുക്കായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല പറഞ്ഞു. അപ്പോൾ ഉമ്മ എന്നോട് അങ്ങനെ ഞാൻ നിങ്ങളെ എഴുതിയതാണോ 10,000 എന്ന് ഞാൻ ചോദിച്ചാണ് ഉമ്മാനോട്. അപ്പോൾ ഞാൻ എഴുതിയതല്ല, അവർ പറഞ്ഞ തുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വെറുതെ ചോദിച്ചു നോക്കാമല്ലോ ഇനി എത്രയാണ് സംഖ്യ. അപ്പോൾ ഞാൻ എൻ്റെ എളാപ്പാക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചിട്ടാണ്, ഉമ്മ കഴിഞ്ഞ് വന്നതല്ലേ. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ എൻ്റെ എളാപ്പ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. അപ്പോൾ ഇവിടെ പള്ളിയിലുണ്ട് പറഞ്ഞു. ഞാൻ തിരക്കിലാണോ ചോദിച്ചു. അല്ല പറഞ്ഞോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അവിടെ വന്നിരുന്നു രാവിലെ പൈസ കൊടുത്ത് പോകുന്നത്, ബാക്കി പൈസ കൊടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 10,000 റുപ്യ എഴുതിയിരിക്കുന്നത് ആളെ ഉമ്മ എഴുതിച്ചാണോ അതോ നിങ്ങൾ ആരെങ്കിലും എഴുതിയാണോ എന്താണെന്ന് ചോദിച്ചിട്ട് എഴുതിയതാണ്, എന്തൊന്ന് പറയാൻ വേണ്ടി ഞാൻ വെറുതെ ജസ്റ്റ് ചോദിച്ചാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ഞങ്ങളൊക്കെ ഇവിടെ തീരുമാനിച്ചാണ്, അത് ഞങ്ങളൊക്കെ ഇവിടെ ഇതാണ്, ആ ഇങ്ങനെ പള്ളിക്കുണ്ടാകാൻ അവരൊരു കറക്റ്റായിട്ടൊരു മറുപടി കിട്ടിയില്ല. ഫോണ് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് കറക്റ്റ് മറുപടി കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയി ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ പൈസ എന്താണെന്ന് ചോദിച്ചാൽ ഇനിയൊരു ഇത് വേണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ ഞാനും അനിയനും കൂട്ടി ഞാൻ പോയി നേരെ പള്ളിയിൽ പോയപ്പോൾ ഈ റഫീഖ് എന്ന് പറഞ്ഞ ആളും അവിടെ കറക്റ്റ് ഞാൻ രാവിലെ പോയ മാതിരി തന്നെ ആ ടേബിളുമ്പിലും അതേ സ്റ്റൂളുമ്പിലും ആൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മനിറ്റി മൊലീർ എന്ന് പറഞ്ഞൊരു മൊലീരുണ്ട്, എൻ്റെ ഈ എളാപ്പ നാസർ മൊലീറുണ്ട്, പിന്നെ മുജീബ് എന്ന് പറയും നമ്മളെ നാട്ടിലുള്ള മൂപ്പരുണ്ട്, പിന്നെ ഈ റഫീഖിൻ്റെ തന്നെ മറ്റേ എന്താ പറയുക അവരെ പെങ്ങളെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളും അവിടെ ഉണ്ട്.
അങ്ങനെ എന്തോ പേരാണ് മൂപ്പരും ഉണ്ട്. പിന്നെ വേറെ രണ്ട് മൂന്നാല് ആൾക്കാരും ആരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ ചെന്ന് ഇങ്ങനെ ഈ സലാമൂലിയറെ കണ്ട് ഞാൻ കുറച്ചിട്ട് കാണാം, മൂപ്പര് വേറെ പള്ളിക്കൊക്കെ പോകണം. അപ്പൊ ഞാൻ സലാം പറഞ്ഞ ചെന്ന് തന്നെ പറഞ്ഞു, എന്താടാ ചോദിച്ചാൽ ഞാൻ അവരങ്ങനെ പൈസ കൊടുത്തിരുന്നു, അപ്പൊ അത് എന്താ സംഭവം എന്ന് അറിയില്ല, പിന്നെ അതിന്റെ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല, അപ്പൊ അതിനൊന്ന് വേണ്ടിയിട്ട് വന്നതാണ് കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, പൈസ നിങ്ങൾ എല്ലാവരും എഴുതിക്കുന്നത് എല്ലാവരും ഒരുപോലെ തന്നെ, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ എഴുതിക്കുന്നത്, 10,000 വെച്ചാണോ അതോ അങ്ങനെ തന്നെയാണോ എഴുതിക്കണോ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് ഓല് പറഞ്ഞ് എല്ലാവർക്കും 10,000 തന്നെയാണ് എഴുതിക്കുന്നത്, എല്ലാവരും 10,000 ആണ് എഴുതിക്കുന്നത് കാരണം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിൽ ഞാനിങ്ങനെ പുസ്തകത്തിൽ നിങ്ങൾ ഇന്ന് ഉപ്പാൻ്റെ പേര് തരുന്നപ്പോൾ അതിൽ കുറേ പൈസ തന്നെ കണ്ട്, ഞാൻ 5,000 2,000 അങ്ങനെയൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ അതോട് ഇതാണ് അത് എല്ലാവരും 10,000 തന്നെ ആണോ ചോദിച്ചത്. അതിൽ റഫീഖ് ഇങ്ങനെ നോക്കിക്കാണ്ട് എന്ത് ചെയ്ത് ഈ മാത്സിന് ഈ ബുക്ക് എടുത്തുകാണ്ട് ഇങ്ങനെ എണീറ്റിക്കാണ്ട് എന്നോട് പറഞ്ഞു, ഇത് ഇന്റെ പേരേക്ക് ചെലവടത്താനുള്ള പൈസ ഒന്നുമല്ലടാ നായി, ഈ ബുക്ക് നിങ്ങൾ എറിഞ്ഞും ചെയ്ത്. ഞാൻ ഈ മേശൻ്റെ നേരെ മുന്നിലാണ്, ഇവരൊക്കെ എൻ്റെ ചുറ്റുഭാഗങ്ങളുണ്ട്. എൻ്റെ അനിയനെ അവനെ തള്ളിയിട്ടപ്പോൾ ഞാൻ ഓനെ പിടിച്ചിക്കാണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ അനാവശ്യം പറയാൻ പാടുണ്ടോ നടക്കാണ്ട് ഞാൻ അങ്ങനെ നിന്നപ്പോൾ തന്നെ ഇവരെ കുറേ ആൾക്കാർ എന്നെ പിടിക്കണേ, അവൻ്റെ കൈയിൻ്റെ അടിയിൽ കൂടിയും കാലിൻ്റെ അടിയിൽ കൂടെ അവരെന്നെ കുത്തണേ. സത്യത്തിൽ അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ നടന്നിക്കാണ്ട് ഈ സലാമൂലരും എൻ്റെ എളാപ്പാറിന് നാസർമൂലരും ഞങ്ങളെ തള്ളിയിട്ട് പോയടെ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിക്കാണ്ട് എളാപ്പ വൻ സ്ട്രോങ്ങിലാണ് എൻ്റെ അനിയൻ്റെ നെഞ്ഞത്ത് ഇങ്ങനെ തള്ളിക്കാണ്ടാണ് പുറത്ത് കാണുന്നത്. സലാമൂലിയർ എന്നോട് പറഞ്ഞ്, ഈ മൂപ്പര് എന്നെ തള്ളിക്കാൻ എന്നോട് പറഞ്ഞ്, ഇനി നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അപ്പോൾ അതൊക്കെ എന്താ നിങ്ങൾ പൊയ്ക്കോളിന്നും പറഞ്ഞു. ഞങ്ങൾ നേരെ പോന്നു, വീട്ടിലേക്ക് പോന്നു. പോന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് അങ്ങനെ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, കൈമുട്ടും ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേദന കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവനെ വിളിച്ചെത്തി. പിന്നെ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ കാടാമ്പേക്ക് ഹോസ്പിറ്റലിലേക്ക് പോന്ന്. പിന്നെ അവനെയും കൂട്ടിയിട്ട് ഞാൻ പോകുന്നതായിരുന്നു, ഹോസ്പിറ്റലിൽ പോന്ന്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, ഇങ്ങനെ ഈ റഫീഖിൻ്റെ ഏതോ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ, അതുപോലെ ഓൻ്റെ വേറെ മൂത്തൊരു ജ്യേഷ്ഠന്, പിന്നെ വേറെ ഒരു ജ്യേഷ്ഠനും, പിന്നെ ഇവൻ്റെ ഒരു മോനും, അങ്ങനെ ഇവർ നാലാളും വീട്ടിലേക്ക് ഇങ്ങനെ കമ്പി കെട്ടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് കുറച്ച് ഗർഭിണിയായ ഒരാളാണ്, നമ്മൾ പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഉമ്മാനോട് പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഞങ്ങൾക്ക് പെട്ടെന്ന് വരാനൊന്നും പറ്റില്ല, നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അവർ വരുമ്പോൾ വരാൻ പറയുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുക, ഇവർ അല്ലാതെ ആവശ്യം എന്തൊക്കെയാണ് പറയണത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ പാട് വരാൻ വയ്യ, ഞങ്ങൾ ഇങ്ങനെ അഡ്മിറ്റായി കിടക്കുന്ന വിഷയമല്ലേ, അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയില്ലല്ലോ, നോക്ക്, നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ടെൻഷൻ ധരിക്കും, നിങ്ങൾ വാതിലടിച്ചോളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ കൊടുന്നാക്കുമ്പോൾ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, അവൻ്റെ ഒരു ബൈക്കറ്റാണ് അവിടെ വന്നിരുന്നത്, അവൻ ആ സൈഡിൽ നിർത്തിയിരുന്നു. ആ വണ്ടി ഇവരെന്ത് ചെയ്തത്, ഈ റഫീഖ് എന്ന് പറഞ്ഞ ആളുടെ മൂത്ത മോൻ എന്ത് ചെയ്ത്, ഈ വണ്ടി എടുത്തിട്ട് നേരെ അവിടുന്ന് അങ്ങോട്ട് ഇറക്കണം താഴത്തേക്ക്, ഇവൻ്റെ വീട്ടിൻ്റെ ഉണ്ട്. അങ്ങനെ അവർ അതിട്ട് പോവുകയും ചെയ്ത്. പിന്നെ എൻ്റെ ഒരു അമ്മായിൻ്റെ വീടുണ്ട്, എൻ്റെ വീടിൻ്റെ കുറച്ച് മേലെ, ഈ വീട്ടിലും ചെന്നിട്ട് ഇവരെന്തൊക്കെ പറഞ്ഞിരിക്കണ്. എന്താ ഉദ്ദേശം, എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല. നമുക്ക് പള്ളിയിലോ ഭവിക്കാരറ്റോ അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ അവരെന്താ സംസാരിക്കേണ്ടത്, മക്കളെ നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പൈസൻ്റെ കണക്ക് ഇത് ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതാണ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതില്ല, ഞങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ നമുക്കത് ക്ലിയർ ആക്കാം, അങ്ങനെ പറയേണ്ട. ഈ അത്യാവശ്യം വിവരം പഠിച്ച ആൾക്കാരാണ് ഇവരിൽ നിന്ന്. നമ്മൾ ഇത്ര റോങ് ആയിട്ടൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ അത്രക്ക് വിഷയമാക്കേണ്ട കേസല്ല. പൈസേൻ്റെ ഒരു 5,000 2,000 പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള ആൾക്കാരും അല്ല, അവിടെ നാട്ടുകാർക്ക് അത് അറിയുന്നതുമാണ്. അങ്ങനെ വിഷയമുള്ള നമ്മളെ വീട് വന്ന് നോക്കിയാൽ ഓൽക്കും അറിയാം, അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഈ റഫീഖ് എന്ന് പറഞ്ഞ ആള് അവൻ്റെ വർത്താനവും കാര്യങ്ങളും നമ്മൾ പറയണത് നുണയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറഞ്ഞില്ല. നമ്മളെ നാട്ടിൽ നിങ്ങൾ 100 ആളോട് അന്വേഷിക്കും, 100 ആളും നല്ല ആളാണ്, നല്ല അഭിപ്രായമാണ് പറയണത് വെച്ചാൽ നമ്മളെ പേരിൽ കേസോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഞാൻ MDMA അടിച്ചിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്, ഞാൻ MDMA അടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നെ ഒന്ന് ചെക്ക് ചെയ്താലോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നെ ചെക്ക് ചെയ്യുക, അങ്ങനെ മാലിന് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, അതൊന്നല്ല അവർ പറയണ്ടേ. നമ്മൾ പള്ളി കമ്മിറ്റിയിൽ നമുക്ക് ചോദിക്കാനുള്ള അധികാരവും കാര്യങ്ങളുണ്ട്. അങ്ങനെ ചോദിക്കാൻ അധികാരവും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിൽ അവിടെ ഒരു ബോർഡ് വെക്കുക, ഞങ്ങൾ പറയുന്ന പൈസ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി, അങ്ങനെ അവിടെ ബോർഡ് വെക്കുക. അല്ലാതെ നമ്മൾ കമ്മിറ്റിയിൽ ഈ ഉള്ളിടത്തോളം കാലം ഞാനെന്നല്ല, ഈ ഞങ്ങളുടെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ആൺകുട്ടികളുണ്ടെങ്കിലും അത് ചോദിക്കും, അത് എന്ത് കാര്യത്തിനും നമ്മൾ കാര്യങ്ങൾ ചോദിക്കും, അല്ലാതെ പൈസൻ്റെതോ കാര്യങ്ങളോ അല്ല. പൈസ ഒരു പറഞ്ഞാൽ 50,000 അല്ല 1,00,000 ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും ചെയ്യും, അങ്ങനത്തെ വിഷയങ്ങൾ അവിടെ ഇല്ലേനും. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പിന്നെ അതിലടിയിൽ എവിടെ പീടിയിലോ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടു. എൻ്റെ വാപ്പ മരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ കുടുംബം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ മരിച്ചിട്ടിപ്പോൾ കുറച്ചായി. പക്ഷെ എൻ്റെ ഉപ്പാൻ്റെ മരണശേഷം
ഇതിന് മുന്നേ 2022 എൻ്റെ ഒപ്പം മരിച്ചത് 2020-ലാണ്. ഇതിൽ വീഡിയോയിൽ 2022-ൽ മരിച്ചിരുന്നു. ആ ടൈമിൽ നിന്നൊക്കെ എന്തൊക്കെയോ നുണകൾ പറയുന്നുണ്ട്. പിന്നെ ഞാനും എൻ്റെ അനിയനും പള്ളിയിലേക്ക് ചെന്ന് ജുമാ കഴിഞ്ഞ് നേരത്തെ ചെന്നിട്ട് അവരെ ഈ റഫീഖ് എന്ന് പറഞ്ഞ നേരെ ചെല്ലുകയാണ്. പട്ടിക എടുത്തിട്ട് നേരെ പള്ളിയിലോട്ട് കയറണ്. റഫീഖിനെ ഒറ്റ അടി അടിക്കണ്, അവൻ വീണ്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ബോധം തെളിയുന്നതാണ് ആള് പറയുന്നത്. പള്ളിക്കൽ എങ്ങനെയായാലും ചുരുങ്ങിയത് 200 250 ആള് ഒരു നിസ്കാരത്തിനുണ്ടെങ്കിൽ ജുമാ തിരിഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 10 ആളെ കൂട്ടിക്കോളി, ആ ആളെങ്കിലും ഉണ്ടാവും. ഞാൻ വെള്ളിയാഴ്ചയാണ് ചെന്നിരിക്കുന്നത്, ജുമാ കഴിഞ്ഞിട്ടാണ് ചെന്നിരിക്കുന്നത്. എങ്ങനെയായാലും അവിടെ ഇനി എന്തെങ്കിലും നേരാക്കാനോ കാര്യങ്ങളുണ്ടെങ്കിൽ 10 ആളെങ്കിലും ഉണ്ടെങ്കിലും ഞാനും എൻ്റെ അനിയനും എന്ന് പറഞ്ഞാൽ ഈ ആളും ഇവിടെ ഈ വടിയേറ്റ് ഒരാളെ ചെല്ലുമ്പോൾ അടിക്കാൻ നോക്കുമ്പോൾ ഈ നിൽക്കണ 10 ആളും അവിടെ ഒന്നില്ലെങ്കിൽ കണ്ണു കാണാത്ത ആൾക്കാരോ അല്ലെങ്കിൽ വികലാംഗന്മാരായിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാരം. അല്ലാതെ അങ്ങനെ ചെയ്യൂ? ഞങ്ങൾ ഇങ്ങനെയും വന്ന് ചോദിച്ച കാര്യങ്ങൾ ഓല് ഇങ്ങനെയാണ് ഓല് പറയണത്. MDMന്റെ പരിപാടി, MDM അടിച്ചു കാണ്ടാണ് വന്നിരിക്കുന്നത്. ജുമാക്കാരെങ്കിലും MDM അടിച്ചു പോവോ? അങ്ങനെ ഇനി MDM അടിച്ചു അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയണം. അങ്ങനെ അല്ലല്ലോ അവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് എന്നും റെഡിയാണ്, ഏണ്ടും പോകാനും എങ്ങനത്തെ കാര്യത്തിന് നമ്മൾ റെഡിയാണ്. പൈസൻ്റെ കാര്യങ്ങളോ ഇതൊന്നല്ല. റഫീഖ് എന്ന് പറഞ്ഞ ആൾക്ക് നമ്മളോട് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല. നമുക്ക് റഫീഖിനോട് നിന്ന് ഏത് കാലത്തും പ്രശ്നം ഉണ്ടാവില്ല. നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണം. ആരോടാണെങ്കിലും നമ്മൾ ചോദിക്കും, എന്നും ചോദിക്കും നമ്മൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിഷമം എന്ന് വെച്ചാൽ നമ്മളെ പള്ളിയിൽ മഹല്ലിൽ എന്തായാലും ഈ മഹല്ല് കമ്മിറ്റിക്കാർ ഒരു 10-15 ആളുണ്ടെങ്കിൽ ഒരു പേരെങ്കിലും വന്നുകാണ്ട് നമ്മൾക്ക് എന്തെങ്കിലും വന്നിക്കണോ, അത് ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇവരറ്റ് പോയിട്ടുണ്ടായതോ ആണ്ടോ ഇങ്ങോട്ടോ പ്രശ്നം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ പള്ളിയിൽ കയറി ഇങ്ങനെ വിഷയം പറഞ്ഞു എന്നല്ലാതെ നമ്മളെ ഈ ഒരു കാര്യം പറയുന്നതല്ലാതെ ഒരാൾ വന്നിട്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഈ നേരം വരെ ഞാൻ ഇന്നലെ 2 മണിക്കൂർ അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ ഈ സമയം ഈ കണ്ട ടൈമായിട്ട് പോലും ഒരാളും വരാനോ കാര്യമോ സംസാരിക്കാനോ വന്നിട്ടില്ല. എന്താണെന്നറിയില്ല. പള്ളിയിൽ എന്തൊക്കെ നമുക്കറിയില്ല. നമുക്ക് ഈ ഒരു വിഷയം ആരും പള്ളി കമ്മിറ്റിയിലോ പള്ളിക്കൊക്കെ വിഷയമല്ല, പിരിവല്ല, അതിൽ വലിയ പിരിവൊന്നുമല്ല നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ നാട്ടിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് എന്നല്ലാതെ സത്യാവസ്ഥ തെളിയിക്കാൻ പറ്റിയൊരു കമ്മിറ്റിയിൽ ഒരാളും വന്നില്ല. നമുക്ക് ആരോടും വെറുപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യനാണ്. മനുഷ്യന്മാർക്ക് ആർക്കായാലും വന്നിട്ടുണ്ടെങ്കിൽ നോക്കലും ചോദിക്കലും പോലെ കടമയാണ്. എൻ്റെ അടുത്ത് തെറ്റാണെങ്കിലും ഇന്ന ഭാഗം നിൽക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടാവും, അത്രേ ഉള്ളൂ.